അതാ ദോശ സ്പെഷ്യലിസ്റ്റ് രാമു. ഇന്നലെ വന്ന ചില്ലി ഗോബി എന്തോ ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്റെ അശ്വതി ചേച്ചി ക്യാബേജ് തോരന് വേണ്ടി അരിയുന്നു. കഴുകി അരിയുന്നു. അപ്പൊ ഗൈസ് രാമൂട്ടൻ സ്റ്റുഡിയോയിൽ പോയി. അപ്പൊ ഞാൻ ഇവിടെ ദോശയും ക്യാബേജും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ആവട്ടെ. എങ്ങനെയുണ്ട് രാമൂട്ടൻ സ്പെഷ്യൽ ദോശ? നല്ലതാ. നീ ഓഫ് ചെയ്താ? കരിഞ്ഞിട്ടൊന്നുമില്ല പൊടി. ചെറിയൊരു അടി പിടിക്കല്ലാത്തോളൂ. അപ്പോൾ ഗൈസ് ഞാൻ ചോറുണ്ടാക്കി, ക്യാബേജ് തോരനുണ്ടാക്കി. ഇപ്പം ഞാൻ ദോശ കഴിച്ചു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പോയാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ലാഗാണ്. ഇപ്പോൾ വീടെല്ലാം മടിച്ച് വൃത്തിയാക്കുകയാണ്. 2-3 ദിവസം അടുപ്പിച്ചതൊക്കെ ചെയ്തപ്പോൾ ഞാനെന്താ വീട്ടമ്മയായോ അങ്ങനത്തെ ഒക്കെ ഒരു ഫീല്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ആയിരിക്കും അല്ലേ? അതായിരിക്കും. പിന്നെ എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതാണ് പരിപാടി. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകണം. പിന്നെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനുണ്ട്. രാവിലെ മറ്റേ മിനി വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഇന്ന് ഞാൻ ഡാൻസ് വീഡിയോ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. പക്ഷെ വീടെടുത്തേ പിന്നെ കണ്ടൻറ്റൊക്കെ അങ്ങോട്ട് മാറിയല്ലേ. ബട്ട് ഐ ഫീൽ സോ പ്രൗഡ്. ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്കിതൊക്കെ പറ്റും എന്ന് എനിക്ക് തന്നെ ഒന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ കാര്യമല്ലേ. പക്ഷെ അത് ഇത്ര നാളും ചെയ്യാതെ പിന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത്. എന്നിട്ട് ഞാൻ പോയി കുളിക്കട്ടെ. എന്തെങ്കിലും ചാറുകറി ഉണ്ടാക്കണം. ഞാൻ ആലോചിക്കായിരുന്നു ഒന്നുണ്ടാക്കണം എന്ന്. നമുക്ക് നോക്കാം. രാമൂട്ടൻ വന്നു ഗൈസ്. പാത്രങ്ങൾ കഴുകാനുണ്ട്. നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കും. പുളിശ്ശേരി? അയ്യോ പൈതവേ തക്കാളി വരുന്നില്ല. നമ്മൾ തക്കാളി പുളിശ്ശേരി. പുളിശ്ശേരിയിൽ തക്കാളി ഇടുവോ? ഷാൻജിയോ പറഞ്ഞു. ആര് പറഞ്ഞു? ഷാൻജിയ പറഞ്ഞ തക്കാളി ഇടുന്ന. പുളിശ്ശേരിയിൽ തക്കാളി ഇടൂലല്ലോ. തക്കാളി പുളിശ്ശേരിയാ? ഞാൻ അപ്പോഴത്തെ പൈനാപ്പിൾ മുറിക്കാം. ഷാൻജിയോ പറഞ്ഞ തക്കാളി ഇട്ട പുളിശ്ശേരി. എന്താ പുളിയില്ലേ മോര്? അപ്പൊ മിൽക്കി മിസ്റ്റ് എത്രയും പെട്ടെന്ന് തൈര് നിങ്ങൾ മാറ്റേണ്ടതാണ്. പൈനാപ്പിൾ ഇവിടെ മുറിച്ച് ഒരു പാത്രം കാണുന്നില്ല. ആ പാത്രമാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണം. അതിന്റെ ഫ്രിഡ്ജിൽ കയറിയ പാത്രം. അതാ ഞാൻ പറഞ്ഞില്ലേ, കേറി ഒളിച്ചിരിക്കേന്ന്. എടുക്കട്ടെ. ചുക്കാക്കി പാത്രത്തിനെ ഞാൻ പറഞ്ഞേ. ഇതിൻ്റെ അകത്ത് എന്താ? ഇന്നലത്തെ വെജ് റൈസ്. എന്തായാലും നിധിയുണ്ടോ? ചോറ് ഉപയോഗിക്കാം. വീഡിയോയിലായിരിക്കും ടേസ്റ്റ് അറിയില്ല, അതുകൊണ്ട് നല്ല രസമുണ്ട് എന്ന് പറ. അങ്ങനെ തന്നെ. പിന്നെ എന്താ അടിക്കാൻ? എടാ അതും കഴിഞ്ഞു. ഞാൻ മാത്രം കഴിച്ച് തീർത്താൽ മതി. എങ്ങനെയുണ്ട് പൊന്നു? 3 hours later. അപ്പോൾ ഗൈസ് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. നമ്മൾ ചായ ടൈമായി. 4 മണിയായി. എന്തായാലും പാലൊരു ഗ്ലാസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് നമുക്ക് കട്ടൻ ചായ കുടിക്കാം. ചായ ഉണ്ടാക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അവിടെ ബ്രെഡാണ്. എനിക്കിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഓൾറെഡി ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്നു. ഞാൻ പറയുന്നത് ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മുടെ ഈ പുതുമയുടെ പുതിയ കിച്ചൺ
പുതിയ വീട്, പുതിയ റൂം. അപ്പൊ നമ്മളെല്ലാം ഞാൻ ഈ ഒരു സ്റ്റൗവും ഈ ഒരു സ്ലാബും ഉണ്ടല്ലോ 10 പ്രാവശ്യം ഇങ്ങനെ തുടക്കി മിനിക്ക് കൊണ്ടുപോകും. അതൊക്കെ ഭയങ്കര ഇപ്പൊ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഇരിക്കുമല്ലോ ഒരാൾക്ക് ആർക്കെങ്കിലും ബോറടിക്കും. അപ്പൊ ചെയ്യാൻ ഒരാൾ വേണം. അതുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞു ഇപ്പൊ ഞാൻ ചെയ്യാൻ മൂടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാനൊന്നുണ്ടോ ഗസ്റ്റുകൾക്ക് ചായ ഫ്രഞ്ച് ടോസ്റ്റ് കൊടുത്തിട്ട് ചായപ്പൊടിയുള്ള ചായ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ഇറങ്ങിയേക്കാണ് ഗൈസ്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഫൈനലി ഗൈസ് ഞങ്ങൾ ഇതാ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് ക്ലാസ് ഷെഡ്യൂളിംഗ് എല്ലാം കഴിഞ്ഞു. ഈ മാസം മാസ്റ്റർ ക്ലാസ്സും പിന്നെ എന്താ പറ മാസ്റ്റർ ക്ലാസ് ഉണ്ട്. ബൃന്ദാർജുൻ നയിക്കുന്ന മാസ്റ്റർ ക്ലാസ് അതെല്ലാം രാമൂട്ട് ഷെഡ്യൂൾ ചെയ്തു. അശ്വതി ഇതാ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്നും പോകണ്ടടി. ഇന്ന് നമുക്ക് നൈറ്റ് ഇരുന്ന് സിനിമ കാണാം. സന്ദീപിനോടും പറ നിൽക്കാൻ. പടം തുടങ്ങുന്നതും കാണും ക്ലൈമാക്സും കാണും. നടുക്കുറങ്ങും. ആകെ ഒരു ദിവസം ഉറങ്ങിയാനാണ്. നമുക്ക് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യാനുണ്ടായിരുന്നു. മാസ്റ്റർ ക്ലാസ് വരുന്നുണ്ട് എൻ്റെ ഈ മാസം അല്ലേ. അപ്പോൾ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി തോന്നി. പിന്നെ അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. രാമോണ്ട് എപ്പോഴും വർക്ക് ഉണ്ട്, ചെയ്തോട്ടെ അവിടെ ഇരുന്നിട്ട്. വാ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് അതിനുശേഷം ഞാനും അശ്വതിയും കൂടെ പോയിട്ട് ചാട്ടൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.